ചേട്ടാ നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായി മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഉറ്റുനോക്കുന്നത് ബംഗ്ലാദേശിന്റെ ഗതി എന്താകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഉറ്റുനോക്കുന്നത് പാകിസ്ഥാന്റെ ഗതി എന്താകും എന്നുള്ളതാണ്. ഇന്ത്യക്ക് ചുറ്റുമുള്ള നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുന്ന അയൽ രാജ്യങ്ങൾ നമ്മുടെ വരുതിക്ക് വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ കാര്യം ഞാൻ എടുത്തു ചോദിച്ചത്, കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന ഡൊണാൾഡ് ട്രംപിന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന് അയച്ചിരിക്കുന്ന കത്തിൽ ഷെയ്ഖ് ഹസീന പറയുന്നത് ഞാൻ തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് ഡൊണാൾഡ് ട്രംപിനോട് പറയുന്നു, നമ്മുടെ അതായത് ബംഗ്ലാദേശിന്റെയും ഇന്ത്യ അമേരിക്കയുടെയും ബന്ധം കൂടുതൽ ശക്തമാക്കാൻ താങ്കൾ വന്നതോടുകൂടി നമുക്ക് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. മറ്റേ അയാളുണ്ടല്ലോ, യൂനിസ്, അയാൾ ആ ഏരിയയിലേ കാണാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അയാളിപ്പോ എവിടെയാണെന്ന്, ഫ്രാൻസിലാണെന്ന് കേൾക്കുന്നു, തിരിച്ചു വന്നോ എന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യവ്യാപകമായിട്ടുള്ള NIA റെയ്ഡ് നടത്തുന്നു. ഇവർ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ NIA ഇങ്ങനെ റെയ്ഡ് നടത്തുന്നത് നമ്മൾ കാണുന്നതാണ്. ഇപ്പോ എന്തുകൊണ്ടാണ്, രണ്ട് ചോദ്യങ്ങളാണ്. ഒന്നാമത്, നമ്മുടെ ഈ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള മുഴുവൻ ഈ ഭീകരവാദികളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ, നമ്മുടെ രാജ്യത്തിനകത്തെ ഭീകരവാദികൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അവരെ നമ്മുടെ രാജ്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ്. ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ തോന്നുന്നുണ്ടോ ബിജേട്ടൻ? ഭീകരവാദികൾക്ക് ഇസ്രായേലിനോടൊപ്പം തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. അവരെ സംബന്ധിച്ച് ഇസ്രായേലിനെ പോലെ തന്നെ ഇസ്രായേലിലെ ജൂതരെയാണ് ലക്ഷ്യം വെക്കുന്നെങ്കിൽ ഈ ഭീകര ഇന്ത്യയിലെ ഹിന്ദുക്കളെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ത്യ അവരെ സംബന്ധിച്ച് ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. പക്ഷെ ഇന്ത്യയിൽ അവിടെ കാര്യങ്ങൾ കാര്യമായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇന്ത്യയിൽ അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ ഈ വലിയ സ്ഫോടനങ്ങളോ കാര്യങ്ങളോ നടത്താൻ നിലവിൽ സാഹചര്യമായതിൽ അവരിവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ ഈ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ അവർ ഭരണം പിടിച്ചത് അവിടെ ഭീകരപ്രവർത്തനം നടത്തിയിട്ടാണ്. താലിബാൻ അഫ്ഗാനിസ്ഥാനിലായാലും സിറിയയിലായാലും ഒക്കെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുത്തെങ്കിൽ ഇന്ത്യയിൽ ആ പണി നടക്കില്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായി അറിയാം. അങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു പ്രാദേശിക ഭരണം നടത്താൻ കഴിയില്ല, ഇതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണം അട്ടിമറിക്കുക. അതായത് ശക്തമായ ഒരു സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിനെ കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമാക്കുന്നത്. ഇപ്പോ ഇത് ഇവരുടെ എല്ലാ കാലത്തേക്കുമുള്ള ഒരു രീതിയാണ്. മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ ചില കേസുകൾ നമ്മുടെ ഈ കൊല്ലം സൈഡില്, എനിക്ക് തോന്നുന്നു പാടമെന്നോ പാട്ടിയോ എന്നോ അങ്ങനെയാണ് ആ സ്ഥലത്തിന്റെ പേര്, കൃത്യമായി നോക്കുന്നില്ല, അവിടെ ആയുധങ്ങളൊക്കെ പിടിച്ചത്. അപ്പോഴാണ് ഒരു വലിയ സത്യം മനസ്സിലാക്കുന്നത്. ഈ പശ്ചിമഘട്ടത്തിന്റെ ആ മലയരയോട് ചേർന്ന് കിടക്കുന്ന പല വനമേഖലയും ഇവരിവിടെ പ്രൊവിൻഷ്യയാക്കിക്കൊണ്ട്, ഇവിടെ പ്രവിശ്യയാക്കിക്കൊണ്ടായിരുന്നു ഇവർ ഭരണം നടത്തിയത്. കാരണം ഇവരുടെ ഒരു മെത്തേഡ്, ഒരു രീതിയാണ്. അവിടെ ടാക്സ് പിരിക്കാനൊന്നുമില്ല, ഇവര് ഒരു സാങ്കല്പിക പ്രവിശ്യ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇന്ത്യയിൽ അവർ ചെയ്യുന്നത് വെച്ചാൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, അതുമൂലം ഒരു കലക്കൽ ഉണ്ടാക്കി അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഭീകരർക്കുള്ളത്. അതിന് അവർ രണ്ടു മൂന്ന് മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒന്ന്, NGO സംഘടനകൾ, NGO വഴി ഒരു മൂവ്മെന്റ് നടത്തുന്നുണ്ട്. ആ മൂവ്മെന്റ് ഇപ്പൊ ക്ലച്ച് പിടിക്കുന്നില്ല. ആ മൂവ്മെന്റിനോട് ഒപ്പം നിൽക്കുന്നത് ഈ മനുഷ്യാവകാശ സംഘടന എന്ന് പറയുന്ന സംഘടനകളുണ്ട്. അതുപോലെ തന്നെ ഇവാഞ്ചലിക്കൽ സൊസൈറ്റി കണക്കുള്ള സംഘടനകൾ, മതസംഘടനകളുണ്ട്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു മതസംഘടനയുണ്ട്. ഇവരെല്ലാം വെച്ചിട്ടാണ് ഇവർ ഈ പണി മുഴുവൻ ചെയ്യുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവരുടെയൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ്, എന്ത് വിഷയങ്ങൾ വന്നാലും ജമാഅത്ത് ഇസ്ലാമിയുടെ ആയാലും ഈ പറയുന്ന ഗ്രൂപ്പുകളുടെയൊക്കെ ആയാലും സ്റ്റേറ്റ്മെന്റ് വരും. അത് നാശത്തിനാണ്, അത് ഈ രാജ്യം തകർക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാത്തിനെയും നെഗറ്റീവ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ അത് പഴയ കണക്ക് ഏൽക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ തനിനിറം എല്ലാവർക്കും മനസ്സിലായി എന്താണ് ഇവർ പറയുന്നത്. മുമ്പ് പറയുന്നത് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ അവരുടെ ഒരു നരേഷൻ അങ്ങനെയായിരുന്നു, ദളിതുകൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നിച്ച് മുന്നേറാം. ഇന്നിപ്പോ ദളിതുകൾക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും അവർക്കില്ല. ആ രീതിയിലും അല്ല അവർ പോകുന്നത്. ദളിത് മേഖലയിലൊക്കെ ഇന്ന് BJPക്ക് വലിയ മുന്നേറ്റം നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അപ്പൊ ആ രീതിയിൽ ഇവർക്ക് പറ്റാത്തൊരു സാഹചര്യം. അപ്പൊ ഇവിടുത്തെ ഒരു തീവ്രവാദിനെ ലൈൻ അവരിപ്പം അപ്പാടെ മാറ്റി മറിച്ചു. അവരുടെ ഒരു വലിയ പരീക്ഷണമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന. ആ സംഘടന അമ്പയെ പരാജയപ്പെട്ടതല്ല, അവരെ തൂക്കിയെടുത്ത് അകത്തിട്ടു. അപ്പൊ അവർക്ക് മനസ്സിലായി അങ്ങനെ ഒരു മാസ് മൂവ്മെന്റ് ഇന്ത്യയിൽ നടക്കില്ല. ഈ പോപ്പുലർ ഫ്രണ്ട് പോലെ ഇനി ഒരു സംഘടന വന്നാൽ നടക്കില്ല. അതിന് അവർ ചെയ്യുന്നത്, ഇന്നത്തെ റെയ്ഡുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ബംഗ്ലാദേശിലുള്ള അൽഖ്വയ്ദയുടെ ബ്രാഞ്ച് ഉണ്ട്. അവർ 2017 ആസാമിൽ ഒന്ന് സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിച്ചതാണ്. അന്ന് 5 പേരെ നമ്മൾ പിടികൂടിയിരുന്നു. കഴിഞ്ഞ വർഷം പശ്ചിമ ബംഗാളിൽ അവർ ഒരു ഹോട്ടലിൽ റൂം എടുത്തുകൊണ്ട് അവിടുന്ന് ഒരു ഇത് നടത്തിയിട്ട് അവിടെ നമ്മൾ പിടികൂടി. ഇപ്പോൾ ആ സംഘടന വീണ്ടും കർണാടകത്തിലും ആസാമിലും ത്രിപുരയിലും അടക്കം ആ സംഘടനയ്ക്ക് ഫണ്ട് ചെയ്യുന്നവരുണ്ട്.
അതായത് അവരിപ്പോ ചെയ്യുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സംഘടന ആയിട്ടല്ല, ആ സംഘടനയുടെ കീഴിൽ പല പല പേരുകളിൽ ചെറിയ 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 സംഘടന. അത് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടും അത്തരത്തിലായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലുള്ള ഈ ഓഫീസുകളുടെ പേര് നോക്കിയാല് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് ഉം, പോപ്പുലർ ഫ്രണ്ടിന്റെ ആണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അതേ രീതിയിലുള്ള പേരുകളൊക്കെ അതേപോലെ ഇപ്പൊ അവർ സംഘടന രൂപീകരിച്ചു. അതിന്റെ പേരിലുള്ള റെയ്ഡാണ് ഇന്ന് ദക്ഷിണേന്ത്യയിൽ അടക്കം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കർണാടകത്തിൽ ഉം. മാത്രം 9 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. അവിടെ നിന്ന് ഈ ഇവർക്ക് ക്യാഷ് കൊടുത്ത അവിടെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ഏറ്റവും ഒടുവിൽ ഞാനിവിടെ വന്ന് ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് കിട്ടുന്ന ആ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത് ഒരു തരത്തിൽ നടക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇന്ത്യ. അത് നമ്മുടെ ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തപ്പോൾ അന്ന് അവിടെയുള്ള ഭീകര സംഘടനകൾ പറഞ്ഞു ഇനി ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയാണ്. ബംഗ്ലാദേശില് ഇപ്പം ഈ യുനെസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം വന്നു, അവിടെ വലിയ അട്ടിമറി നടന്നപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഒരിടയ്ക്ക് ഇപ്പോഴല്ല, നേരത്തെ എർദോഗൻ പറഞ്ഞു ഇന്ത്യയാണ് ഞങ്ങളെ ലക്ഷ്യം വെക്കുന്നത്, അത് ഇന്ത്യ പൂർണ്ണമായിട്ടില്ലെങ്കിൽ കാശ്മീർ അടർത്തിയെടുക്കും എന്ന് അദ്ദേഹവും പറഞ്ഞു. ഇടക്കാലം മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യ പറഞ്ഞു അങ്ങനെയാണെന്ന് നമ്മൾ പാമോയിൽ ഇറക്കുമതിയൊക്കെ നിർത്തി വെച്ചിരുന്നു. അങ്ങനെ അതെ. ഇവരൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ആയിരുന്നു മുമ്പ് നമ്മുടെ ഭീകരപ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് അവരുടെ പട്ടാളക്കാർ അവരുടെ രാജ്യത്ത് തന്നെ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം. കഴിഞ്ഞ ദിവസം ഉം, കൊച്ച എന്ന് പറയുന്ന പക്തൂൺ മേഖലയില് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പട്ടാളക്കാർക്ക് നേരെ ചാവേർ ആക്രമണം നടന്നു. 30ഓളം പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. അതിന് ഒരാഴ്ച മുമ്പ് 11 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അങ്ങനെ നിരന്തരം പട്ടാളക്കാര് കൊല്ലുന്ന ഒരു രീതിയിലേക്ക് മാറി. ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് അതിന്റെ പിന്നിൽ ഇന്ത്യയാണ് എന്നാണ് പറയുന്നത്. അതായത് അവര് പറയുന്നത് ഈ ബലൂചിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടക്കമുള്ള സംഘടനകൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന ഇന്ത്യയാണ്. ബലൂചിസ്ഥാനികളുടെ പ്രധാന ആവശ്യം എന്താണെന്ന് വെച്ചാൽ സ്വതന്ത്രമായ ബലൂചിസ്ഥാനാണ്. അപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം എന്ന് അവർ പറയും. കാരണം ഇന്ന് അവർ ഉം, വിതച്ചത് കൊയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സാരം. ഇനി ഇന്ത്യയാണോ അതിന് ഉം. പിന്നിൽ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഒരുപക്ഷെ ഇന്ത്യ അവർക്ക് ഒരു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ വലതുപക്ഷ മാധ്യമങ്ങള് ബലൂചിസ്ഥാനിൽ നടക്കുന്ന ഈ ഭീകരപ്രവർത്തനങ്ങളൊക്കെ ധനുഷ് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഭീകരപ്രവർത്തനങ്ങളൊക്കെ പറയുന്നത് പോരാളികൾ എന്നാണ്. അതെ, അതെ. ബലൂചിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പോരാളികൾ പാക് പടന്മാരെ കൊന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്കത് കാണുമ്പോൾ ചിരി വരും. കാരണം നടന്നത് ഭീകരപ്രവർത്തനമാണ്, ചാവേർ ആക്രമണമൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നത് പോരാളികൾ എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പോരാളികൾ എന്നുള്ള വാക്ക് ഈ ഈ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമികളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഹമാസിനെയൊക്കെ അവർ പോരാളികൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഉം, ഏതായാലും അങ്ങനെ ഒരു സാധനം നടക്കുന്നു. ഇവിടെ ഇതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ഈ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുന്നത്. ഈ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ശത്രുതയുള്ള കുറെ പേരുണ്ട്. അതില് ഉം. ഒരാള് നമ്മുടെ ഈ യൂനസ് ആണ്, ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഇടക്കാല ഭരണാധികാരി യൂനസ് ആണ്. അതെ. ഇദ്ദേഹവുമായിട്ട് ട്രംപ് ഉടക്കിയിട്ടുള്ളതാണ്. ട്രംപിനെതിരെ അനവധി തവണ പ്രസ്താവന നടത്തിയിട്ടുള്ള ആളാണ്. ഈ ഉം, അടുത്ത സമയത്ത് യൂനസ് ആഹ്, അമേരിക്കയിൽ പോയിട്ട് ബൈഡനുമായിട്ട് വലിയ ഇതിലൊക്കെ നിന്ന പാർട്ടിയാണ്. അപ്പം ഉം, ട്രംപിന്റെ ഒരു ശത്രുവാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ അവിടുത്തെ ഈ ഇടക്കാല സർക്കാരിന്റെ ഭരണാധികാരി. ഉം, മറ്റൊന്ന് കാനഡയെ സംബന്ധിച്ചാണെങ്കിലും ട്രൂഡോ അദ്ദേഹത്തിന്റെ ഒരു ശത്രുവായി മാറിയിരിക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല ബംഗ്ലാദേശിലെ ബൈഡൻ ഭരണകൂടം എടുത്ത നടപടിയുമായി ട്രംപ് മുമ്പോട്ട് പോയ യാതൊരു സാധ്യതയുമില്ല. അതായത് ഷെയ്ഖ് ഹസീനെ പുറത്താക്കാൻ ബൈഡൻ ഭരണകൂടമാണ് ഈ പറയുന്ന ടീമുകൾക്ക് സഹായം ചെയ്തു കൊടുത്തത് എന്നാണ് ഷെയ്ഖ് ഹസീന ഉൾപ്പെടെ ആരോപിക്കുന്നത് പുറത്തു വരുന്നതുമായ അതെ, വാർത്ത. അതെ. എന്തായാലും ആ ഒരു ലൈനിലേക്ക് ട്രംപ് പോവില്ല. കാരണം അവിടെ ഒരു പണി നടക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതിനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്നൊരു വാർത്ത കണ്ടു. ആ വാർത്ത ആ ഒറ്റ നോട്ടം നോക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമില്ല. ഈ മസ്കിന്റെ ഒരു കമ്പനി ഉണ്ട്, ഈ സാറ്റലൈറ്റിന്റെ. നമ്മൾ ഇത്ര സ്പേസ് നാളായിട്ട് എക്സ്. സ്പേസ് എക്സ് അല്ല, നമ്മുടെ ഈ ട്രായ്, നമ്മുടെ ടെലികോം മേഖലയിലേക്ക് അവരെത്തുകയാണ്. എലോൺ മസ്കിന്റെ ഒരു കമ്പനി. അത് ശരി. അതിന്റെ അതിന്റെ പേര് ഞാൻ മറന്നു. അവര് ഇപ്പൊ തുടങ്ങിയതല്ല, അവര് ഉം, വർഷങ്ങളായിട്ട് ഉം, ഇവിടെ അതിന്റെ പെർമിഷന് വേണ്ടി നിൽക്കുകയായിരുന്നു. ഉം. പെർമിഷൻ പല കാരണത്താൽ തട്ടി നിൽക്കുന്നത്. അതിന് പെർമിഷൻ കൊടുക്കാതിരുന്നതിന്റെ ഒരു കാരണം വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്ക് അത് ദോഷകരമായി ബാധിക്കുമെന്ന് കണ്ടതുകൊണ്ടാണ് നമ്മളത് സ്റ്റാർലിങ്ക് സ്റ്റാർലിങ്ക്. എന്നാണെന്ന് തോന്നുന്നത്. റൈറ്റ്, സ്റ്റാർലിങ്ക്. ഇതിന് നമ്മൾ പെർമിഷൻ കൊടുത്തിരുന്നില്ല. നമ്മുടെ മൊബൈൽ കമ്പനികളുണ്ടല്ലോ, ജിയോ ഉണ്ട്, എയർടെൽ ഉണ്ട്. അപ്പൊ അവർക്ക് ദോഷകരമായി വരുമെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവരെ കൊടുക്കാതിരുന്നത്. ഇന്നത്തെ വാർത്ത ഇന്നത്തെ വാർത്ത അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം വരുന്ന വാർത്ത സ്റ്റാർ ലിങ്കിന് പ്രവർത്തിക്കാനുള്ള രൂപരേഖ തയ്യാറാകുന്നു. സ്റ്റാർ ലിങ്ക് നമ്മുടെ ഇന്ത്യയിലെ ഡിമാൻഡ്സുകൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വാർത്ത. ഡിമാൻഡ്സ് അതെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ ഡേറ്റാസ് ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കാം എന്നുള്ളതാണ് പ്രധാന ഡിമാൻഡ്. ഇവർക്ക് നെഗോസിയേഷൻ ഇല്ലാതെ സ്പെക്ട്രം കൊടുക്കുകയാണ്. ഉം, അതിനൊരു വകുപ്പുണ്ട്. ഈ സ്പെക്ട്രം ലേലം ഉണ്ടല്ലോ, നമ്മുടെ ഈ സ്പെക്ട്രം ലേലം.
ഇവർക്ക് ലേലം വേണ്ട, ലേലം ഇല്ലാതെ തന്നെ, ബിഡ് ഇല്ലാതെ തന്നെ ഇവർക്ക് പെർമിഷൻ കൊടുത്തു. ഈ എലോൺ കൊടുക്കണം. മസ്കിന്റെ ഇപ്പോഴത്തെ പ്രാധാന്യം എന്താണെന്ന് ധനുഷിന് അറിയാമല്ലോ. ഡൊണാൾഡ് ട്രംപിനെ അതെങ്ങനെ അധികാരത്തിലേറുന്നതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരാളാണ്. വിളിച്ച വ്യക്തി? അതെ ആ അതെ അതെ. ആ വ്യക്തിയാണ്. ഒറ്റ ദിവസം കൊണ്ട്, അതായത് ട്രംപ് ജയിച്ച ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് ഡബിൾ ട്രിപ്പിൾ മടങ്ങായിട്ട് അദ്ദേഹത്തിന്റെ ഓഹരികൾ കുതിച്ചുയർന്നു. ഇപ്പൊ പല അതെ രാജ്യങ്ങളിലും ആഹ്, ഇദ്ദേഹം നേരിട്ട് ചെന്നിട്ട് വിളിച്ചു പറഞ്ഞ് ട്രേഡ് നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പൊ ഇതിന്റെ അർത്ഥം തന്നെ ഈ ട്രംപുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു തീവ്രത തന്നെയാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ഈ ഒരു സാധനം ഇതുവരെ കൊടുക്കാതിരുന്ന പെർമിഷൻ, ഓരോ കാരണങ്ങളും തട്ടി നീക്കിയ പെർമിഷൻ വളരെ പെട്ടെന്ന് തന്നെ അത് വരികയാണ്. അപ്പൊ ഇന്ത്യൻ ടെലികോം മേഖലയിലേക്ക് സ്റ്റാർലിങ്ക് കൂടി വരുന്നു എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. ഇവിടെ ഒരു വലിയ ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ട്രംപും മോദിയും തമ്മിലുള്ള സൗഹൃദം വെറും ഒരു സൗഹൃദമല്ല, അതിനപ്പുറത്തേക്ക് ഒരു വലിയ ബോണ്ടഡ് ബിസിനസിന്റെ പരമായിട്ട് വരുന്നു. ഒപ്പം തന്നെ മറ്റു രീതിയിലേക്കും അത് വരുന്നു. ഇവിടെയാണ് ബംഗ്ലാദേശിന്റെ നില കൂടുതൽ പരുങ്ങലിലാകുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ നമ്മുടെ ഷേഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടി എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഉം. സർക്കാർ അഭയം കൊടുത്തതായിട്ടും പറയുന്നില്ല, എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുമെന്നും പറയുന്നില്ല. നമ്മൾ ഷേഖ് ഹസീനെ അതെ. സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ ഷേഖ് ഹസീനെ വിട്ടു കിട്ടണമെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ 100 കേസാണ് ബംഗ്ലാദേശ് ചാർജ് ചെയ്തിരിക്കുന്നത്. അവരെ വിട്ടു ഉം. കിട്ടണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിട്ട് അതിനൊരു മറുപടി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു നേതാവ് പോലും അതിനൊരു റിപ്ലൈ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരുമ്പോ ഏതെങ്കിലും ഒരു എം എൽ എ എം പി എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കമന്റ് പറയുന്നതാണ്. അതുപോലും അതെ. ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. ഷേഖ് ഹസീന ഇവിടെ ഉണ്ട്. ട്രംപും കൂടി വരുമ്പോൾ ഷേഖ് ഹസീന കുറച്ചുകൂടെ കരുത്താർജിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉം. സംശയമില്ല. അപ്പൊ അതായത് ഷേഖ് ഹസീനയ്ക്ക് കുറഞ്ഞ പക്ഷം ഇന്ത്യയിൽ അവർ സേഫാണ്. ഇനി പ്രത്യേകിച്ച് ഇറങ്ങിപ്പോകാൻ പ്രത്യേകിച്ച് ഇന്ത്യ പറയില്ല. ഇനി അവരെ ആവശ്യപ്പെട്ടാലും വിട്ടുകൊടുക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് അവരുടെ ഉള്ള ജീവിതം ഉള്ള കാലം സേഫായി. മറ്റൊന്ന്, ബംഗ്ലാദേശിൽ ഇനി വലിയൊരു കളി നടക്കാനുള്ള സാധ്യതയും നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല. കാരണം ഈ അമേരിക്ക വെറുപ്പിച്ചിട്ട് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ അവിടുത്തെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ, ബംഗ്ലാദേശിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ അവർ IMF അടക്കം അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. അവിടെ ഈ അമേരിക്ക പിണക്കി കഴിഞ്ഞാൽ ഈ വായ്പകളൊന്നും കിട്ടത്തില്ല. എന്തെങ്കിലും ഉം. വയറ്റിൽ പോയാലല്ലേ ആയുധം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വായ്പകളൊന്നും അതെ. കിട്ടാത്ത സാഹചര്യം. അവര് അദാനി പവറിനോട് പറഞ്ഞത്, കറണ്ട് കട്ട് ചെയ്തപ്പോ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരാം, എന്നിട്ട് ആ ലോൺ ഒന്ന് ശരിയാകുന്ന വരെ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സമയം തരണം. ഞങ്ങൾ അതെ. ലോണിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 176 കോടി രൂപയാണ്, 176 മില്യൺ ഡോളറാണ് ഒരു നോട്ടാണ് അദാനിക്ക് കൊടുത്തിരിക്കുന്നത്. പണമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഒരു ഒരു ചെക്ക് പോലെ, ഞങ്ങൾ ഇത്ര നാൾക്കത് ഇത് ഫസ്റ്റ് തുകയാണിത്, മറ്റേ പൈസ ഇപ്പൊ വരും, വന്ന ഉടനെ തന്നെ സെറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് അമേരിക്ക പിണക്കി അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം വേറെ ഹെൽപ്പ് ചെയ്യാൻ ഇവർക്ക് വേറെ രാജ്യങ്ങളൊന്നുമില്ല. ഭീകരപ്രവർത്തനത്തിന് ഹെൽപ്പ് ചെയ്യാൻ പാകിസ്ഥാനുണ്ട്, ആയുധം കൊടുക്കാനായിട്ട് ചൈനയും പാകിസ്ഥാനും ഒക്കെ ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ്. രണ്ടാമത്, പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ അസ്ഥിരപ്പെട്ട് നിൽക്കുന്ന ഒരു സർക്കാരാണ്. മുമ്പോട്ട് പോകാൻ നിർവാഹമില്ല. ചൈന ഇനി പണം നൽകില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ചൈന പറയുന്നത് ഇനിയിപ്പോ എങ്ങോട്ടും പണം ഇറക്കുന്ന ഒരു പരിപാടി ഞങ്ങളില്ല ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് പാകിസ്ഥാൻ. ഇതിനിടയിൽ തന്നെ ചില പ്രശ്നങ്ങൾ നടക്കുന്നു. പാകിസ്ഥാനുള്ളിൽ ഈ ബലൂചിസ്ഥാന്റെ വിഷയം കത്തി നിൽക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ഇപ്പോൾ കാശ്മീരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് ബംഗ്ലാദേശ് വഴി ഭീകരന്മാര് ഇന്ത്യയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഇപ്പൊ പഴയ ഒരു പവറിൽ ഇന്ത്യയിലേക്ക് ഈ ഭീകരരെ കയറ്റിവിടാൻ പറ്റുന്നില്ല. കാരണം സ്വന്തം കുടുംബത്തെ അടി നടന്നുകൊണ്ടിരിക്കുക, എപ്പോഴാണ് അവിടെ പൊട്ടിത്തെറിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് കയ്യിലിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ടേക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ റോൾ ഇപ്പൊ ബംഗ്ലാദേശാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശ് സർക്കാരല്ല, അവിടുത്തെ ഭീകര സംഘടനയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ഒന്ന്, അഫ്ഗാനുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടലാണ് അഫ്ഗാൻ അതിർത്തിയിൽ. ഉം. കാരണം അഫ്ഗാൻ ഈ പറയുന്ന ബലൂച്ച് മേഖല അംഗീകരിക്കുന്ന പോലും ഇല്ല പാകിസ്ഥാന്റെ ആണെന്ന്. അതൊരു വലിയ വിഷയം. ഇറാനുമായിട്ട് സംഘർഷം, അങ്ങനെ മൊത്തത്തിൽ കറങ്ങി നിൽക്കുകയാണ് പാകിസ്ഥാന്റെ അവസ്ഥ. ഇപ്പൊ ബംഗ്ലാദേശിലുള്ള ഭീകരരാണ് ഇന്ത്യയിലേക്ക് പതുക്കെ കടക്കാൻ. കാരണം അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. എളുപ്പം എന്ന് വെച്ചാൽ കാശ്മീരിലെ ഭീകരർക്ക് കടക്കാൻ എളുപ്പമുള്ള മേഖല ജമ്മു കാശ്മീർ, അല്ല സോറി, പാകിസ്ഥാനിലെ ഭീകരർക്ക് കടക്കാൻ എളുപ്പമുള്ള മേഖല ജമ്മു കാശ്മീർ ആയിരുന്നെങ്കിൽ, ബംഗ്ലാദേശ് ഭീകരർക്ക് കടക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം ദക്ഷിണേന്ത്യയാണ്. കാരണം ഉം. ദക്ഷിണേന്ത്യയിലാണ്, കർണാടകത്തിലും തമിഴ്നാട്ടിലും അടക്കം ഈ ബംഗ്ലാദേശികൾ ഒരുപാട് പേരുണ്ട്, നമ്മുടെ കേരളത്തിലടക്കം. അതുകൊണ്ട് ഉം. തന്നെ ഇവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇവരെ ആക്സസ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ പശ്ചിമ ബംഗാൾ, ത്രിപുര, ആസാം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുമാണ്
ബംഗ്ലാദേശികളുടെ ഒരുപാട് ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഉം. റെയ്ഡും അതുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കേണ്ടി വരുന്നത്. അതായത് അതെ. നമ്മളുടെ ഇനി അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പാകിസ്ഥാനിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ഒരു അതിർത്തി കടന്ന ഒരു അടി ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള കാര്യം 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം നിലവിൽ അതിർത്തിക്ക് അപ്പുറത്ത് ഭീകരർ തമ്പടിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അവർ ഏത് സമയം കൊണ്ട് കയറാൻ വേണ്ടിയിട്ടിരിക്കുന്നു. അടി നടക്കും എന്നുള്ള കാര്യം ഉറപ്പുണ്ട്. പക്ഷെ നിരോധ സാഹചര്യത്തിൽ ഈ ബംഗ്ലാദേശും കൂടി ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യയാണ് ഈ തീവ്രവാദികളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക, ഇന്ത്യയെ ശരിയത്ത് നിയമത്തിന് കീഴിൽ കൊണ്ടുവരിക, ഇന്ത്യയെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ എക്കാലത്തെയും ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അവരിപ്പോൾ അനവധി NGO-കളെ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഒറ്റ ഉം. നോട്ടത്തിൽ അതിന്റെ പേര് ചിലപ്പോൾ നന്മ എന്നായിരിക്കാം, ഇല്ലെങ്കിൽ പുണ്യം എന്നായിരിക്കാം, ഇല്ലെങ്കിൽ സത്യം എന്നായിരിക്കാം. ഇതൊക്കെ ആയിരിക്കും അവരുടെ പേരെങ്കിൽ ഉം. പോലും ഇവരുടെ ഉം. ലക്ഷ്യം ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക. ആ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് അവിടേക്ക് കടന്നു കയറുക എന്നുള്ള. പോപ്പുലർ ഫ്രണ്ട് കുറച്ചുകൂടെ ഉം. പച്ചയ്ക്ക് പറഞ്ഞു 2047 ഞങ്ങളുടെ ഭരണം ഇവിടെ വരും എന്നാണ് പറയുന്നത്. ഈ ഖലീഫയുടെ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാര്. അപ്പൊ ആത്യന്തികമായി ഉം. ഇവർക്ക് ഇവരുടെ ഒരു ഭരണം വരണമെന്നാണ്. പക്ഷെ എനിക്ക് രസകരമായി തോന്നിയിരിക്കുന്നത് ഇവരുടെയൊക്കെ ഭരണം വന്ന ഏതെങ്കിലും രാജ്യം ഗതി പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങും ഗതി പിടിച്ചിട്ടില്ല. ഉം. പാകിസ്ഥാന്റെ അവസ്ഥ കണ്ടതാണ്, നമ്മുടെ ഇവിടുത്തെ അവസ്ഥ കണ്ടതാണ്, അഫ്ഗാന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്, സിറിയ. എവിടെങ്കിലും ഒരിടത്ത് ഈ മതമൗലികവാദികൾ ഭരണം നടത്തുന്നു ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു ഉം. ഗതി ഉണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഇല്ല, എങ്ങുമില്ല. അവര് ഈ നടന്ന അക്രമങ്ങളും കൊള്ളിവെപ്പുകളും നടത്തി നശിപ്പിക്കുന്നതല്ലാതെ ഒരിടത്ത് ഒരു പുൽക്കൊടി പോലും മുളച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങുമില്ല. ഉം. ബാക്കിയുള്ള രാജ്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അത് മാത്രമല്ല ഇന്നലെ തന്നെ ഇതിപ്പോ ലോകത്തെമ്പാടും ഈ ഭീകരർക്ക് ഒരു ശനിദശ ആരംഭിച്ചിരിക്കുകയാണ്. ഉം. ഇന്നലെ ഫ്രാൻസ് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. അതായത് ഈ അവരുടെ രാജ്യത്ത് പിന്നെ അക്രമം നടത്തുന്ന കുടിയേറ്റക്കാരായവര് അവര് അപ്പോഴെ തന്നെ ഡിപ്പോർട്ട് ചെയ്യുകയാണ്. പറഞ്ഞു വിടുക അപ്പൊ തന്നെ ഉം. കുടിയേറ്റക്കാർ, അതായത് ഈ ഇല്ലീഗലായിട്ട് വന്ന കുടിയേറ്റക്കാരെ മുഴുവൻ പുറത്താക്കാൻ യൂറോപ്യൻ കൺട്രീസ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബ്രിട്ടൻ ഉം. തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജർമ്മനിയിൽ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം തന്നെ പെട്ടെന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ലഹളയാണ് അവിടെ നടക്കുന്നത്. വലതുപക്ഷം ഉം. ഇപ്പോഴത്തെ ഭരണപക്ഷമുണ്ട്. ഫ്രാൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പിടിക്കുന്നവരെ മുഴുവൻ ഞങ്ങൾ പുറത്താക്കാൻ പോവുകയാണ്, കാരണം ഇവിടെ കിടന്ന് ഉം. അക്രമം നടത്താൻ പറ്റില്ല. സ്വിറ്റ്സർലൻഡും അവർ കർശനമാക്കി കഴിഞ്ഞു. പള്ളി പറ്റില്ല, ബുർഖ പറ്റില്ല എന്നൊക്കെ ആക്കി കഴിഞ്ഞു. ഉം. അങ്ങനെ എല്ലാവരും പതുക്കെ പതുക്കെ അവരെ അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു സൈഡിൽ നിന്ന് തന്നെ. അവിടേക്കാണ് ഈ ട്രംപിനെ പോലെ തീവ്രമായ നിലപാടെടുക്കുന്ന ഒരാളിവിടെ വരുമ്പോൾ സ്വാഭാവികമായി അവർക്കൊരു കഷ്ടകാലം തുടങ്ങുകയാണ്. ഈ കഷ്ടകാലം എവിടെ നിന്നാണ് തുടങ്ങുന്നത് വെച്ചാൽ പശ്ചിമേഷ്യൻ തുടങ്ങുകയാണ്, മിഡിൽ ഈസ്റ്റിൽ തുടങ്ങി വരികയാണ്. ആ ഒരു ഏരിയ ഉം. ഇങ്ങനെ തൂത്തുവാരി ക്ലിയർ ആയിക്കൊണ്ട് വരുമ്പോഴാണ് നമ്മളുടെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇങ്ങനത്തെ ടീമുകൾ കടന്നു വരുന്നത്. അതായത് ഈ തീവ്രവാദത്തിന്റെ ഒരു ഒരു വലിയ പവർ നശിച്ചുകൊണ്ട് അവരൊരു വലിയ തകർച്ചയെ നേരിടുകയാണ് ലോകമെമ്പാടും. ഇന്നിപ്പോ ISIS-ന്റെ വാർത്ത എവിടെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞ 8 മാസമായിട്ട് ഏതെങ്കിലും ഒരു മീഡിയയിൽ ISIS ബോംബ് പൊട്ടിച്ചെന്നോ തൂങ്ങിച്ചെത്തെന്നോ പറയുന്ന ഏതെങ്കിലും ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അൽഖ്വയ്ദയുടെ വാർത്ത കേട്ടിട്ടുണ്ടോ? ഇല്ല. അൽഖ്വയ്ദയും ഇല്ല. ISIS ഒക്കെ ചെറിയ ടീമില്ല, വമ്പൻ വാർത്തയാണ്. ഇല്ല. ഉം. അതിൽ അത്രയും ഭീകര സംഘടനകളൊക്കെ ഒരു സൈഡായി തുടങ്ങിയിരിക്കുന്നു, ഇല്ലെങ്കിൽ അവർ ഒരു ഭാഗത്തേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. ഉം. താലിബാൻ പിന്നെ ഇപ്പൊ ഭരണത്തിലേക്ക് പോകുന്നു, അതുകൊണ്ട് അവരുടെ വേർതിരിക്കും. ഉം. ഇപ്പൊ ആകെ ഈ ഉം. ജെയ്ഷെ മുഹമ്മദിന്റെ പേരും ലഷ്കർ എ ഉം. തോയ്ബയുടെ ചില പേരുകളുമൊക്കെ നമ്മളുടെ ഈ കാശ്മീരിൽ ചില വെടിവെപ്പുകളും സ്ഫോടനങ്ങളും നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്റർനാഷണൽ തലത്തിൽ ഇപ്പൊ ഈ ഭീകര സംഘടനകളുടെ പേരുകൾ കേൾക്കുന്നില്ല. ഇപ്പൊ അവർ പൊട്ടിത്തെറിക്കുന്നില്ല, ഇപ്പൊ അവർ ബോംബ് വെക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും, പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം അവരുടെ പോളിസി മാറ്റി. ഇന്ത്യ ആണ് ആദ്യം മാറ്റിയത്, ഇന്ത്യയുടെ പോളിസി. ഇങ്ങോട്ട് അതെ. അടിച്ചു കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ കയറി നമ്മൾ തീർക്കുമെന്നാണ് നമ്മുടെ പോളിസി. ഇസ്രായേലിന് പണ്ടേ ആ പോളിസിയാണ്, അമേരിക്കയ്ക്കും ആ പോളിസിയുടെ ഒപ്പമാണ്. ഈ കുറച്ച് നാൾക്ക് മുമ്പ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതും അത് തന്നെയാണ്. വ്ളാഡിമിർ പുടിൻ എന്തുകൊണ്ടാണ് മോദി സപ്പോർട്ട് ചെയ്യുന്നത്? മോദി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ പരമാധികാരത്തെ അറ്റാക്ക് ചെയ്താൽ പ്രതിരോധിക്കാനുള്ള അവകാശം റഷ്യക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉം. റഷ്യക്കൊപ്പം നിൽക്കുന്നത്. അതായത് ഉക്രൈൻ ഇങ്ങോട്ട് കയറി അടിച്ചത് എന്നാണ് പറയുന്നത്. ഇനി അറിയില്ല അടിച്ചിട്ടുണ്ടോ ഇല്ല ഉം. എന്നുള്ളത്. അപ്പം ഉം. ഇതാണ് ഇതിന്റെ ഒരു രീതി. ഈ ഒരു രീതിയിലേക്കാണ് ഇപ്പൊ ലോകം പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം. ഏതായാലും ഭീകര ഉം. പ്രവർത്തനം ഭീകരവാദം തീരില്ല, ലോകം ഉള്ളിടത്തോളം കാലം ഉണ്ടാകും. പക്ഷെ അതിന്റെ പവർ കുറഞ്ഞു തുടങ്ങി. പഴയ കണക്ക് ഇപ്പം ഇന്ത്യയിൽ പോലും നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഇടക്കാലത്തൊക്കെ ഒരു വലിയ രീതിയിൽ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തവരൊന്നും ഇന്നിപ്പോ കാണാനില്ല. കാരണം അതിനുള്ള സ്പേസ് ഇല്ല. കാരണം ഇപ്പൊ ജനം തന്നെ അപ്പോഴേ റിപ്പോർട്ട് ചെയ്യുക. പോലീസും NIA ഒന്നും വേണ്ട. ഒരു ചെറിയ മൂവ്മെന്റ് നടന്നാൽ ഉം. അപ്പോൾ തന്നെ ജനങ്ങൾക്ക് NIA ആയാലും മറ്റ് ഏജൻസികളെ ആയാലും ആക്സസ് ചെയ്യാനുള്ള വകുപ്പ് അവന്റെ ഫോണിൽ തന്നെ ഉണ്ട്.
അതുകൊണ്ട് എന്ത് പറ്റുന്നു, പടപടാന്നും പറഞ്ഞ് അകത്ത് പോകുന്നു, അവര് പോലും അറിയുന്നില്ല. ഇന്ന് രാവിലെ വന്നൊരു വാർത്തയുണ്ട്, 5 ലക്ഷം മൊബൈൽ നമ്പറുകളാണ് ഒറ്റയടിക്ക് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ. അത് ശരി. ഉം, ഒരാഴ്ചക്ക് മുമ്പ് 2 ലക്ഷം നമ്പറുകൾ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉം, ഇന്ത്യയിൽ കുറെ അധികം കാര്യങ്ങൾ നടക്കുന്നു, നമ്മളത് ഒരു വലിയ വാർത്തയാകാത്തത് കൊണ്ടാണ്. 5 ലക്ഷം മൊബൈൽ നമ്പറാണ് ഇന്നലെ കൊണ്ട് ക്ലീൻ ആയത്. അതിന് മുമ്പ് ഏതാണ്ട് ഒരു 10-20 ലക്ഷം മൊബൈൽ നമ്പർ ഒറ്റയടിക്ക് അപ്രത്യക്ഷമാക്കി കളഞ്ഞു. കാരണം ഇപ്പൊ പഴയ കണക്ക് മൊബൈൽ നമ്പർ എടുക്കാൻ കഴിയുന്നില്ല, സിം എടുക്കാൻ കഴിയുന്നില്ല, ഇതെല്ലാം കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നിപ്പോ നേരെ ഒരു പണി നടക്കാത്ത അവസ്ഥയിലാണ് ഇന്നിപ്പം. ഇത് നടക്കുന്ന ഈ സൈബർ തട്ടിപ്പിന്റെ ആണ് ഇപ്പൊ പുതിയൊരു വേഷം നടക്കുന്നത്. അല്ലാതെ ഇപ്പൊ പഴയ കണക്ക് ഈ കാരണം ഇപ്പൊ ജനം എതിരാണ്. മുമ്പെന്ന് ഉം, പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാദ്യം ചെയ്ത പണി എന്താ, ഭീഷണിപ്പെടുത്തി പരിധിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ തിയറി അങ്ങനെയായിരുന്നു, ഞങ്ങൾ കുന്നോളം ഉം, തിന്നോളം. അതിനകത്തുനിന്ന് ഒരു വലിയ ഭൂരിപക്ഷം ജനം റിക്കവർ ചെയ്തു. അവർക്ക് ഇപ്പൊ ഇനി അതിൽ പേടിയില്ല. ഉം, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവന്നിട്ട് ഈ രാജ്യം മോശമാണ്, ഈ ഭരണാധികാരി മോശമാണ്, അതും ഇപ്പൊ ഏൽക്കുന്നില്ല. ഇനി ഉം, അവർക്ക് വേറെ വഴിയില്ല. ഇനി ആകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ എവിടെങ്കിലുമൊക്കെ ഇപ്പൊ ട്രെയിൻ അട്ടിമറിക്കുക, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ അട്ടിമറിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്ഫോടനങ്ങൾ നടത്തുക, ഇതൊക്കെ അവർക്ക് നടക്കുന്നു. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അത് സക്സസ് ആയി ഇപ്പോഴത്തെ അവസ്ഥ മുമ്പോട്ട് കൊണ്ടുപോകാനും പ്രയാസകരമാണ്. അതായത് ഉം. ഇനിയിപ്പോ ബംഗ്ലാദേശിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും. ഒരുപക്ഷെ ഷേഖ് ഹസീന മടങ്ങി വന്നാലും അത്ഭുതപ്പെടാനൊന്നും ഇല്ല. ഒരുപക്ഷെ അങ്ങനെയും സംഭവിക്കാം. കാരണം ഇത് ഇങ്ങനെ കുറച്ചുകൂടെ ബംഗ്ലാദേശ് ഞെരുങ്ങുകയാണെങ്കിൽ ഈ ടീമുകളെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാം. എന്തായാലും യൂനസ് ഇരിക്കുമ്പോൾ ട്രംപുമായിട്ട് അത്ര വലിയ സുഖത്തിലും സ്നേഹത്തിലും പോകുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അതെ, ട്രംപ് അതെ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി. കാരണം ഒരു പിണക്കമൊക്കെ കൊച്ചു പിള്ളേരുടെ ഒരു ടൈപ്പാണ്. പിണക്കവും കാര്യങ്ങളും വന്നാൽ അതിനകത്ത് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയും അത് വെച്ച് പെരുമാറുകയും ചെയ്യുന്നത്. സാധാരണ ഭരണാധികാരികൾ അങ്ങനെ ചെയ്യില്ല. ഏതാണ്ട് നരേന്ദ്രമോദിയും അതേ ഒരു ടൈപ്പിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രൂഡോയുമായിട്ട് അദ്ദേഹത്തിന്റെ ഉടക്ക് തുടങ്ങുന്ന ഇന്നും ഇന്നലെയൊന്നും അല്ല, ഇതിന്റെ രണ്ടായിരത്തി ഉം, പതിനേഴ് മുതലുള്ള ഉടക്കാണ്. ഉം, ആ ഉടക്ക് കൂടി 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 2018 വാണിംഗ് ചെയ്യുന്ന രീതിയിലേക്കായി. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന് വിമാനം ഒരു ദിവസം കൂടെ പിടിച്ചിട്ടിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ഒരു ഉച്ചകോടി പങ്കെടുക്കാൻ വന്ന, അതിനകത്ത് മയക്കുമരുന്നുണ്ടായിരുന്നു പറയുന്നു എൻകേസ്. അപ്പം അങ്ങനെ ഉള്ള ചില കേസുകളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം അതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം. ഭീകരപ്രവർത്തനം വീണ്ടും ഒന്നുകൂടെ തലപൊക്കാനും ശ്രമം ഇന്ത്യ നടക്കുന്നുണ്ട്. അത് പല രൂപത്തിൽ പല ഭാവത്തിൽ നടക്കുന്നുണ്ട്. അതിന് അതെ. പക്ഷെ ഒരു കാര്യം എന്തായാലും ശ്രദ്ധേയമായ ഉം, ശ്രദ്ധേയമായ കാര്യം കൂടെ നമ്മൾ പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഉം, ഇതിനകത്ത് ഒരു ഉം, വലിയ പരിധി വരെ മുസ്ലിം സംഘടനകൾ, നല്ല മീൻസ് മുഖ്യധാരയിൽ നിൽക്കുന്ന മുസ്ലിം സംഘടനകൾ കാര്യങ്ങൾ മനസ്സിലാകുന്നതും തങ്ങളുടെ സമുദായങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഉം, ഉം. വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വഖഫിന്റെ വിഷയമുണ്ടല്ലോ, വഖഫ് ബില്ല്. അതെ, അതെ. അതിനെതിരെ മതമൗലികവാദികൾ അത് കത്തിച്ചെടുക്കാൻ നോക്കുമ്പോൾ പ്രത്യേകിച്ച് അതിനെതിരെ നിൽക്കുന്ന മുസ്ലിം സംഘടനകൾ പോലും പറയുന്നത് അതൊരു വലിയ പ്രക്ഷോഭമായി കൊണ്ടുപോകുന്നതിനോട് താല്പര്യമില്ല, ഉം, നിയമപരമായി പോകുന്നതിനോട് താല്പര്യം എന്ന് പറയുന്ന നിലയിലേക്ക് മാറിയിട്ട് അതൊരു നല്ല കാര്യമാണ്. ഇല്ലെങ്കിൽ അവരും ഉം, കൂടെ ഈ എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ വിഷയത്തിലേക്ക് മാറും. അവർക്കും ഉം. കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ ഇപ്പൊ പഴയ പോലെ പണി നടക്കത്തില്ല. അതെ. തെരുവിലിറങ്ങുകയും വെള്ളം വെക്കുകയും ചെയ്ത് കഴിഞ്ഞാല് വാരി വലിച്ചിട്ട് ഒട്ടിക്കും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ്. ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സാധനം നമുക്ക് ഇതിലുള്ളത്. അതെ, എന്തായാലും ബംഗ്ലാദേശിന്റെ ആഫീസ് പൂട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ട്രംപ് വന്നതോടുകൂടി ബംഗ്ലാദേശിൽ യൂനസിന്റെ കാര്യത്തിൽ പരുങ്ങലിലായിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന തിരിച്ചു വരുമോ എന്നുള്ള ആ ഒരു അതിഭീകരമായിട്ടുള്ള ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. വന്നാലും ചേട്ടൻ പറഞ്ഞതുപോലെ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിന്റെ ഇടയിലാണ് ഇവിടെയുള്ള ബംഗ്ലാദേശികളെ അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ട് NIA റെയ്ഡുകൾ നടത്തുന്നത് എന്നുള്ളതും ശുഭസൂചനയായിട്ടുള്ള വാർത്ത തന്നെയാണ്. അതിന്റെ ഇടയിൽ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള അടികൾ നടക്കുന്നു. ഈ ഇടയ്ക്ക് ബലൂചിസ്ഥാനിൽ എവിടെയോ ഒരു ചാവേർ സ്ഫോടനം എന്തോ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു ആക്രമണമായിരുന്നു നടന്നത്. അതിൽ മിനിഞ്ഞാന്ന് പാകിസ്ഥാൻ മിനിഞ്ഞാന്ന് മെനിങ്ങാന്ന് പറ്റയില്. അതെ. അതെ, അതിന്റെ വലിയ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. അപ്പൊ പാകിസ്ഥാനും മൊത്തത്തിൽ പ്രതിരോധത്തിലാകുന്നു. അതായത് ഭീകരവാദികൾക്ക് പൂർണ്ണമായും കണ്ടകശനി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ട്രംപ്, പുടിൻ, മോദി, നെതന്യാഹു, എല്ലാ ടീമുകളും ഒന്നിച്ചു ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചൈന ഭീകരവാദികൾക്ക് പണ്ടേ എതിരാണ്. ചൈനയ്ക്കകത്തുള്ള മുസ്ലിങ്ങളുടെ ഗതിയെല്ലാം നമുക്കറിയാം. അതിഭീകരമായിട്ടാണ് അവിടെ മുസ്ലിങ്ങളെ ചൈനവൽക്കരിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഇസ്ലാമിനെ ചൈനീസ് വൽക്കരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കേൾക്കാത്തൊരു സംഭവമാണ്. ചോദിക്കാനും പറയാനും അല്ല, ചൈനയുടെ അടുത്ത് പ്രാർത്ഥനയൊക്കെ ആരും മാറ്റി. ചെല്ലാത്ത. അതെ, അതെ, മാറ്റി മാറ്റി. പ്രാർത്ഥനയൊക്കെ മറ്റേ അറബിയിൽ നിന്ന് മാറ്റി ആ, ചൈനയാക്കി. എന്നിട്ട് അവിടെ തന്നെ ചൈനയിലാക്കി. ഇതുണ്ടല്ലോ, എന്താണ് ചൈന, അവരുടെ ഈ നബി വചനങ്ങളും ഒക്കെ അതിന്റെ ഉം. കൂടെ തന്നെ അവരുടെ ഈ അതായത് ചൈനീസ് ചേട്ടാ, ഈ സൂക്തങ്ങളുണ്ട്. ചൈനീസ് സൂക്തങ്ങളൊക്കെ ഖുറാനില് എഴുതിയിട്ടുണ്ട്. ആ ഞാൻ വായിച്ചത് ഖുറാനിലെ ആ, പുസ്തകത്തിനകത്ത് അവർ ഈ സോഷ്യലൈസേഷൻ ഒക്കെ എഴുതി ചേർക്കുന്നു എന്നാണ് ഞാൻ കേട്ടത്.
അതിഭീകരമാണ്. കാരണം യത്തീം ഖാനകൾ ജനിക്കുന്ന കുട്ടികളെ അവരുടെ അച്ഛനും അമ്മയിൽ നിന്നും വേർപെടുത്തി മതം പഠിക്കാതിരിക്കാൻ വേണ്ടി യത്തീം ഖാനകളിൽ ഉണ്ടാകുന്നു എന്നാണ് കേട്ടത്. പള്ളികളുടെ മിനാരങ്ങൾ മകുടമാക്കാതെ ചൈനയുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ സ്റ്റൈലിലേക്ക് കെട്ടുകയാണ്. അതെ അതെ പോരാത്തതിന് ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഇട്ടിട്ട് ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ അവയവങ്ങൾ എടുത്ത് അത് ഇന്റർനാഷണൽ അവയവ മാഫിയ ആ ഒരു മാർക്കറ്റിൽ കച്ചവടം നടത്തുകയാണ് ചൈന എന്നാണ് കേൾക്കുന്നത്. ഇത്രയും ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ചൈനയോട് ചോദിക്കാൻ ആരും പറ്റില്ല. അതിന്റെ ഇടയിൽ കൂടെയാണ് ട്രംപ് കൂടെ വരുന്നത്. എന്തായിരുന്നാലും ഇന്ത്യക്ക് ചുറ്റും നിൽക്കുന്ന ഭീകര രാഷ്ട്രങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.